നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റം ആണ്. അത് നമ്മളെ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ്. പക്ഷെ നമ്മളെ വീട്ടിൽ അതിലേറെ എളുപ്പമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ കുറഞ്ഞ ഐറ്റം സാധനങ്ങൾ മതി അതിൽ. ഓക്കെ നോക്കല്ലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇടുന്നുണ്ട്. എത്ര ഗ്രാം ഉണ്ടാവും? ഇത് ഒരു 250 ഗ്രാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്ര മതി. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് ആദ്യം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. കളറിന് വേണ്ടിയിട്ടോ? കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വീട്ടിലാവുമ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് കളർ മഞ്ഞ ചേർത്ത് കൊടുക്കുക, യെല്ലോ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ കുഴച്ചെടുക്കുക. വെള്ളം കൂട്ടാതെയാണോ കുഴക്കണ്ടേ? ആ, അതിന് വേറെ കുറച്ച് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യും മുട്ടയും പാട് ചേർത്തിട്ടാണ് കുഴക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂൺ പഞ്ചസാര ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട അല്ലേ? ഒരു ലേസം അതൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നെയ്യ്, ഒരു മുട്ട, ഇത്ര മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ അങ്ങോട്ട് കുഴച്ചെടുക്കുക. നല്ലപോലെ മെഷീനിലൊക്കെ ഇട്ടിട്ട് കുഴക്കാം. തോനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഈ മെഷീനിലൊക്കെ ഇട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൊറോട്ട കുഴക്കുന്ന മെഷീനില്ലേ, പൊറോട്ടക്ക് മാവ് കുഴക്കുന്ന മെഷീനിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തിട്ട് എടുത്തിട്ട് ഒരുപാടൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ ആക്കി എടുക്കണം. ഇനി പരത്തി എടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വെച്ച് കൊടുക്കുക. കുറച്ച് നേരം കുഴച്ച് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഒരു ലേശം പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിലൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഒരു പത്തിരിക്കോല് വെച്ചിട്ട് ഇതുപോലെ നന്നായി ഒന്ന് എന്ത് ചെയ്യുക, പരത്തിയെടുക്കുക. അപ്പോൾ ഡയമണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാവ് ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ചട്ടകം വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ മുറിച്ചുള്ള ഒരു കത്തി എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. കറക്റ്റ് അളവ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി അല്ലേ? അതെ. ഇനി ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കത്തി കൊണ്ട് തന്നെ വരച്ചെടുക്കാവുന്നുള്ളൂ. ഇത് ഒരുമിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേറെ ചെറുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇതിലേറെ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഈവനിങ്ങിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും.